ഇനി പരിപ്പ് വട കഴിക്കാൻ കൊതി തോന്നുമ്പോൾ തട്ടുകടയിലേക്കൊന്നും ഓടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നല്ല മൊരിഞ്ഞ പരിപ്പ് വട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പരിപ്പ് വടയാണ്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തത് വടപ്പരിപ്പില്ലേ, ഇത് പരിപ്പ് വട ഉണ്ടാക്കാനായിട്ടുള്ള പരിപ്പാണ് കേട്ടോ. വടപ്പരിപ്പ് എന്ന് പറയുന്നത് കുറച്ച് വലിയ സൈസിലുള്ള പരിപ്പ്. ഇതൊരു 1.5 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനി കറി വെക്കുന്ന പരിപ്പായാലും ഒരു കുഴപ്പമില്ല, അതെടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് ഒരു പകുതി സവോള ഇതുപോലെ കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 പച്ചമുളക്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പറയാൻ വിട്ടുപോയി, നമ്മൾ പരിപ്പ് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുതിർത്തിയതിന് ശേഷം ഊറ്റി വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ നമ്മളെ ആവശ്യാനുസരണം തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ അധികം എരിവ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ നോക്കിയിട്ടിട്ടാൽ മതിയേ. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയാൽ മതിയെ, നന്നായിട്ട് അരഞ്ഞൊന്നും പോവരുത്. ഇതുപോലെ കുറച്ച് പരിപ്പും അതുപോലെ കുറച്ച് തരിയായിട്ട് ഇങ്ങനെ കുറച്ച് മുഴുവൻ പരിപ്പൊക്കെ അതിലുണ്ടെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ അരക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു മണമാണ് കേട്ടോ. നമ്മൾ ഈ ഇഞ്ചിൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അരക്കുമ്പോൾ തന്നെ. എന്നിട്ട് അരച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ഉണ്ടോയെന്നൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഒന്ന് പരത്തി ആ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഉരുളയാക്കി എടുത്തിട്ട് കയ്യിൻ്റെ അടിയിൽ ഉള്ളനടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഷേപ്പിലായി കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അധികം കട്ടി കൂട്ടി ആക്കാൻ പാടില്ല. പരമാവധി കട്ടി കുറച്ചിട്ട് കുറച്ച് വട്ടം കൂട്ടിയിട്ട് ആക്കിയെടുത്താൽ മതിയേ. കട്ടി കൂട്ടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, കട്ടി കുറഞ്ഞിരിക്കുമ്പോൾ കേട്ടോ നല്ലൊരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിൽ ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പരത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു സമയത്ത് ഇടുന്ന സമയത്ത് മാത്രം പരത്തിയാൽ മതി, പരത്തി വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. അത് പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്ത് കഴിയുമല്ലോ. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. ഇനി വേണമെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിൽ ഇങ്ങനെ കൈയൊന്ന് മുക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ആ ചട്ടിക്ക് അനുസരിച്ചിട്ട് 2-3 എണ്ണം വെച്ച് നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മളിതുപോലെ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കാം കേട്ടോ. നമ്മളെപ്പോഴും കടയിൽ പോയി വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ എല്ലാവർക്കും കൂടെ ചിലവും കുറയും, എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഇടയ്ക്ക് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടണമെങ്കിലും പിന്നെ നമ്മൾ ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് ഇത് വേവിച്ചത്. കാരണം ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനുണ്ട്. പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച വേവിക്കാത്ത പച്ച പരിപ്പാണല്ലോ, അപ്പോൾ കുറച്ച് സമയം ഒന്ന് വേവാനുണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഒന്ന് ചെറുതായിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം ഇത് നമുക്ക് കോരിയെടുക്കാൻ. കോരിയെടുക്കുന്ന സമയത്തും തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കോരിയെടുക്കണം, അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആ കളർ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല കളറും തട്ടുകടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല കട്ടൻ ചായൻ്റെ കൂടെ ഇതുപോലെ ചൂട് കടികളൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.